ഒറ്റപ്പാലത്ത് തമിഴ് കുടുംബത്തിന്റെ വീട്ടിൽ നിന്നും പട്ടാപ്പകൽ സ്വർണവും പണവും കവർന്ന കേസിൽ പ്രതിയുടേതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. സംഭവ സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരും എത്തി തെളിവുകൾ ശേഖരിച്ചു. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് സമീപത്തായി കഴിഞ്ഞ 40 വർഷങ്ങളായി താമസിച്ചു വന്നിരുന്ന തമിഴ് കുടുംബത്തിന്റെ വീട്ടിൽ നിന്ന് തിങ്കളാഴ്ച പട്ടാപ്പകലാണ് സ്വർണവും പണവും കവർച്ച നടത്തിയത്. റെയിൽവേ മേൽപ്പാലത്തിന് സമീപം താമസിക്കുന്ന നാലകത്ത് ആനന്ദിയുടെ വീടിന്റെ മുൻഭാഗത്തെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. 2 പവൻ സ്വർണവും 42,000 രൂപയുമാണ് നഷ്ടപ്പെട്ടത്. സംഭവത്തെ തുടർന്ന് പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. മായന്നൂർ പാലത്തിന് സമീപത്തായി റെയിൽവേ ട്രാക്കിനരികിൽ പോലീസ് സ്ഥാപിച്ച സുരക്ഷാ ക്യാമറയിൽ പ്രതിയുടേതെന്ന് സംശയിക്കുന്ന വ്യക്തിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ 8:30 ആനന്ദി വീട് പൂട്ടി സമീപത്തെ ഭാരതപ്പുഴയിലേക്ക് കുളിക്കാനായി പോയ സമയത്താണ് മോഷണം നടക്കുന്നത്. വീടിന്റെ ഉമ്മറവാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. അലമാറിക്കുള്ളിലെ അറയിൽ പൂട്ടി സൂക്ഷിച്ചിരുന്ന പണവും സ്വർണവും മോഷണം പോയിരുന്നു. അലമാറിയുടെ ലോക്കർ മടവാൾ ഉപയോഗിച്ച് കുത്തി തുറന്നാണ് സ്വർണ്ണമാലയും പണവും കവർന്നത് എന്നാണ് നിഗമനം. 9:30 ആനന്ദി തിരിച്ചെത്തിയപ്പോഴാണ് വാതിൽ തുറന്നിട്ട നിലയിൽ കാണപ്പെട്ടത്. വീടിനുള്ളിലെ മറ്റൊരു അലമാറയിലെയും സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ട നിലയിലായിരുന്നു. പുതിയ വീടിന്റെ പണി തുടങ്ങാനായി ബാങ്കിൽ പണയപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് 10 ദിവസം മുൻപ് പൊള്ളാച്ചിയിലെ മകളുടെ ആഭരണം ഇവിടേക്ക് കൊണ്ടുവന്നത്. പണവും വീടും നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്നതാണ്. കഴിഞ്ഞ 40 വർഷത്തോളമായി ആനന്ദി ഒറ്റപ്പാലത്താണ് താമസം. മകൻ കോഴിക്കോട്ടാണ് ജോലി ചെയ്യുന്നത്. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.